എന്താണ് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യത്വം? അതിൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ എപ്പോഴിങ്ങനെ മനുഷ്യത്വം മനുഷ്യന്മാരാണെന്നും പറഞ്ഞിങ്ങനെ ഇഷ്ടംപോലെ തവണ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മനുഷ്യന്മാർ യുണൈറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. എവല്യൂഷൻ സംഭവിച്ച് നമ്മൾ എന്തോ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ജീവിയായിട്ട് മാറി. മനുഷ്യന്മാരെ ഡേഞ്ചറസ് ആക്കുന്ന ഏറ്റവും വലിയ സാധനമാണ് ബ്രെയിൻ, അവരുടെ തോട്ട്സ്. നമ്മളുടെ എക്സിസ്റ്റൻസ് വരെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെ ഒരുമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു സാധനമാണ്. ജാതി, മതം, ഭാഷ, നിറം, രാജ്യം ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡിവൈഡറാണ്. ഈ ഓരോ ഡിവിഷനിലാണ് നമ്മൾ മനുഷ്യത്വം കാണിക്കുന്ന ഒരാളാണ്, എല്ലാവരെയും മനുഷ്യരായിട്ട് കാണുന്ന ഒരാളാണെന്ന് വയ്ക്കുക. നിങ്ങൾക്ക് ഒരു കില്ലറിനോട്, റേപ്പിസ്റ്റിനോട്, ഒരു മതതീവ്രവാദികളോട്, ഭീകരവാദികളോടൊക്കെ നിങ്ങൾക്ക് മനുഷ്യത്വം കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പം ഓരോ ഡിവിഷനും അതിൻ്റേതായിട്ടുള്ള മൊറാലിറ്റി ഉണ്ട്. ഈ മനുഷ്യരൊന്നാവണമെന്ന് പറയുന്ന എനിക്ക് അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് ഞാൻ സ്വയം ചിന്തിച്ച് നോക്കി. അതുപോലെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു നോക്കുക, മനുഷ്യന്മാർ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് പോസിബിൾ ആണോ? ഇത്രയും കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ കമൽഹാസനെ എടുക്കുക. കമൽഹാസന് സിനിമ വയസ്സ് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷേ ഒരു റാഷണലിസ്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞു നിരീശ്വരവാദം ഒരു മതമാവും, ഞങ്ങൾ നിരീശ്വരവാദികളല്ല, റാഷണലിസ്റ്റുകളാണ്. ഇതേ കമൽഹാസൻ തന്നെ ലാംഗ്വേജ് ഡിഫെൻഡ് ചെയ്യുന്നു, ദ്രാവിഡന്മാർ യുണൈറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാത്തിനും ഓരോരോ ഡിവിഷൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെ അഥവാ നമ്മൾ മനുഷ്യന്മാരെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിക്ക് മൊത്തത്തിൽ ഒരു ത്രെഡായിട്ട് എന്തെങ്കിലും ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ ഒന്നിച്ച് നിൽക്കും. അതിനും ചാൻസ് വളരെ കുറവാണ്. അതിലും ഡിവിഷൻസ് വരും, രണ്ട് അഭിപ്രായമുള്ളവരുണ്ടാവും. മനുഷ്യത്വം എന്നുള്ളൊരു സാധനത്തിന് ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പലസ്തീൻ ഇഷ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സെലക്റ്റീവായിട്ടുള്ള ഹ്യൂമാനിറ്റിയാണ്. ഈ ലോകത്ത് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. പാലസ്തീനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ചേരുന്ന കുറേ പേരുണ്ട്, എന്താണെന്ന് പോലും അറിയാതെ സപ്പോർട്ട് ചെയ്യുന്നവർ. വേറൊരു ഭാഗത്ത് ഒരു കൺട്രിക്ക് ഒരാൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുന്നത്, വേറെ ഇഷ്ടംപോലെ പേര് ഇപ്പോൾ പാകിസ്ഥാനിലും എല്ലാ രാജ്യത്തുള്ളത് മനുഷ്യന്മാരാണ്. എല്ലാവർക്കും മനുഷ്യത്വം കാണിക്കാം. ഒരിടത്ത് പർട്ടിക്കുലറായിട്ട് ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നത് ഒരു സെലക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യത്വമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും, അതനുസരിച്ചാണ് അവർ മനുഷ്യത്വം കാണിക്കുന്നത്. വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യും, നിരീശ്വരവാദിയെ സപ്പോർട്ട് ചെയ്യും. സെലിബ്രിറ്റീസിനെയൊക്കെ പൊക്കി കാണിക്കുന്ന ലോ ഐക്യമുള്ള ആൾക്കാർ നമ്മളെ ഇടയ്ക്കുണ്ട്. പുകഴ്ത്തുക, സ്വന്തം ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തില്ല, അവർ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക. ആരാണ് മമ്മൂട്ടി, ആരാണ് മോഹൻലാൽ, ആരാണ് സന്തോഷ് ജോർജ് കുളങ്ങര, ആരാണ് മൈത്രേയൻ? ഈ മൈത്രേയനൊക്കെ അബ്ദുൽ കലാമിനെ പറഞ്ഞപ്പോൾ ചൊറിഞ്ഞ ഒരുപാട് പേരുണ്ട്. അബ്ദുൽ കലാമിനെ പറയാൻ വേണ്ടി ഇവനെന്താണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. നമ്മളുടെ ചുറ്റുമുള്ള ഈ ജീവികളെയും മരങ്ങളെയൊക്കെ പോലെ അഴുകി നശിക്കുന്ന ഒരു സാധനം മാത്രമാണ്, അല്ലാതെ നിങ്ങളൊന്നും ഒരു സംഭവമൊന്നുമല്ല. ഈ സിസ്റ്റത്തിൻ്റെ ഇടയിൽ കിടന്ന് നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഭാവത്തിലും എന്തൊക്കെയോ വിളിച്ച് പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ശരിക്കും നിങ്ങളൊന്നും ആരുമല്ല. ഐക്യമുള്ള, സ്വന്തമായിട്ട് ചിന്താശേഷിയോ അഭിപ്രായമോ ഇല്ലാത്ത കുറേ പേര്, അവരാരാധിക്കുന്ന ഒരാൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്തെങ്കിലും ചെയ്താലോ അതിനെ ന്യായീകരിക്കാനും അയാളെ പുകഴ്ത്താനും പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കാനും കുറേ കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ളവരൊക്കെ വളരുന്നത്. ഞാനും ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ ഇവരുടെ സിനിമ കാണാറുണ്ട്. അത് അവിടെ തീരും. ഞാനെന്നുള്ള വ്യക്തിയെ സംബന്ധിച്ച് ആരുടെ അഡ്വൈസ് എനിക്ക് ആവശ്യമില്ല. വിവരമില്ലാത്ത പ്രായത്തിൽ ഞാനും ഇതിനൊക്കെ അടിമയായിട്ടുണ്ട്. പക്ഷെ കുറച്ച് വിവരം വെച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും പുറകെ പോകാറില്ല. ഇന്നത്തെ ഉള്ള സെലിബ്രിറ്റീസിനൊക്കെ ആരൊക്കെയോ ആക്കി എടുക്കുന്നത് ഈ കൃമികളെ പോലുള്ള ലോ ഐക്യമായിട്ടുള്ള ആൾക്കാരാണ്. ആരും പെർഫെക്റ്റ് അല്ല. ഞാനും നിങ്ങളും ഈ കാണുന്ന ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും കുറവുകളും ഉണ്ടാവും. ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചിരുന്ന മനുഷ്യത്വപരമായിട്ട് ആൾക്കാരെ മാറ്റാൻ പറ്റും, മനുഷ്യത്വം എന്നുള്ളൊരു പേരിൽ. അതൊരു പുകമറയാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പുകമറയിൽ അവനവന് താല്പര്യമുള്ള കാര്യങ്ങളെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു കോമൺ കൺസെപ്റ്റായിട്ട് മനുഷ്യത്വം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ, തമിഴ്നാട്ടിലൊക്കെ ഫ്ലഡ് വരുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും. ഫ്ലഡ് വരുന്ന സമയത്ത് ഈ ജാതി മതമൊന്നും ആൾക്കാർ നോക്കൂല. ഒരുമിപ്പൊക്കെ സ്റ്റാറ്റസ് ഇട്ട് വാഴ്ത്തുന്ന ആൾക്കാരുണ്ടാവാം. വെള്ളപ്പൊക്കമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഇതും അങ്ങ് പറ്റിത്തീരും. പിറ്റേ ദിവസം തൊട്ട് അവൻ വേറെ മതക്കാരൻ, നിങ്ങൾ വേറെ മതക്കാരൻ. ഒരു നൈലിസ്റ്റായിരിക്കുന്നതിൻ്റെ ബെസ്റ്റ് ആൻഡ് വേസ്റ്റ് തിങ് ഇത് തന്നെയാണ്. ഇതിലൊന്നും ഒരു അർത്ഥമില്ല. ഇങ്ങനെ സംസാരിച്ചിട്ടൊരു കാര്യമില്ല, ഒന്നിനൊരു കാര്യമില്ല. പക്ഷേ ഈ സിസ്റ്റത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്തേ പറ്റൂ. എൻ്റെ
പൊളിറ്റിക്സ് ഞാൻ എക്സ്പ്രസ് ചെയ്യണം, എൻ്റെ തോട്ട്സ് ഞാൻ എക്സ്പ്രസ് ചെയ്യണം, എങ്കിലേ എനിക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂ. ഒന്നിനും അഭിപ്രായം പറയാതെ ന്യൂട്രലായിട്ട് നിന്ന് ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ നടക്കാം, ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് നടക്കാം. എൻ്റെ രാഷ്ട്രീയം ഞാൻ വെളിപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും രാഷ്ട്രീയത്തിനോ താല്പര്യത്തിനോ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. ഞാൻ എന്തായാലും എൻ്റെ ഐഡിയോളജി സംസാരിക്കുക തന്നെ ചെയ്യും. ഞാനത് സംസാരിക്കുന്നുണ്ട്, എതിർക്കാനുള്ളത് ഞാൻ എതിർക്കും. ഞാൻ മുമ്പ് പറഞ്ഞൊരു BJP-കാരൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മുസ്ലിംസ് അവരുടെ ഒരു ഒറ്റക്കെട്ടാണ്, ക്രിസ്ത്യൻസും ഒറ്റക്കെട്ടാണ്, നമ്മൾ ഹിന്ദുക്കൾ മാത്രമാണ് ഇങ്ങനെ സ്പ്ലിറ്റായി കിടക്കുന്നത്, നമ്മൾ ഒന്നിക്കണം എന്നൊക്കെ വന്ന ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു. എല്ലാവർക്കും അവരുടേതായ ഒരു കൂട്ടമുണ്ട്. ഇപ്പോൾ ഇവിടെ കൂട്ടം തെറ്റി നടക്കുന്ന എന്നെ പോലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾക്ക് എതിരഭിപ്രായമുള്ളത് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും. നിങ്ങളുടെ നേച്ചറിൽ തന്നെ തിരിച്ചു പോകുക. ഈ വേർതിരിവെന്ന് പറയുന്നത് മനുഷ്യന്മാർക്കിടയിൽ മാത്രം ഉള്ളതല്ല. മതം, ഭാഷ, രാജ്യം എന്നുള്ളൊക്കെ വേർതിരിവ് മനുഷ്യന്മാരുടെ ഇടയിലാവും. പക്ഷെ അതിൻ്റെ റീസണും നമ്മളുടെ ഈ തലച്ചോറ് തന്നെയാണ്. പക്ഷെ നമ്മളുടെ ചുറ്റുമുള്ളതിൽ നോക്കുക, സർവൈവൽ മാത്രം ചിന്തിക്കുന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരുടെ ഇടയിൽ പോലും ഈ വേർതിരിവുകളുണ്ട്. അവരുടെ ഇടയിലും തമ്മിലടിക്കുന്നുണ്ട്, അവരും മരിക്കുന്നുണ്ട്, അവരും സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നേച്ചറാണ്. എല്ലാ ജീവികളും സെപ്പറേറ്റഡ് ആണ്, മനുഷ്യരും സെപ്പറേറ്റഡ് ആണ്. യൂണിറ്റി എന്നുള്ളത് കാഴ്ചയിൽ മാത്രമേ ഒരു യൂണിറ്റി ഉണ്ടാവും. അല്ല, ഐഡിയോളജി പരമായിട്ട് നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്, നമ്മളെല്ലാവരും യുണീക്കാണ്. ആ യുണീക്കിൻ്റെ ഇടയിൽ നമുക്കിവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും കഷ്ടപ്പാടുള്ളൊരു സാധനം. ഓരോ ഗ്രൂപ്പിനും അവരുടേതായ ഐഡിയോളജിയും അവരുടേതായ മനുഷ്യത്വ വികാരങ്ങളും ഉണ്ടാകും. നിങ്ങളും ഈ പറയുന്ന ക്രിമികളിൽ പെടുന്ന സ്വന്തം അഭിപ്രായവും കാഴ്ചപ്പാടുകളോ ഇല്ലാത്തവരാണെങ്കിൽ സ്വയമേ ചിന്തിച്ച് മാറാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ അവനവന് വേണ്ടി ജീവിക്കാൻ നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.